ഹലോ മൈ ഡിയേഴ്സ്, ഇത് സൺഡേ വ്ളോഗാണ്. സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഞാനും മോളും മാത്രമേ ഉള്ളൂ. ജിജുവേട്ടൻ ഇവിടെ ഇല്ല, ജിജുവേട്ടൻ നാട്ടിൽ പോയേക്കാണ്. അപ്പം ഞാനും മോളും മാത്രമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അ ചാനൽ. എൻ്റെ വോയിസ് ചെറുതായിട്ടൊരു മാറ്റമുണ്ട് കേട്ടോ, കാരണം ജിജുവേട്ടൻ നാട്ടിൽ പോയ അന്ന് തൊട്ട് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്, ചെറിയൊരു ടയർഡ്നെസ്സും ഉണ്ട്. എൻ്റെ ഫേസിലും അത് കാണാനുണ്ട്, കുറച്ച് ടയർഡ്നെസ് ഒക്കെ ഉണ്ട്. പനി ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക, വിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പം ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ബെറ്റർ ആയിട്ടുണ്ട്, വോയിസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും കുറച്ചൊരു പ്രശ്നമുണ്ട്, സംസാരിക്കുമ്പോൾ ത്രോട്ട് പെയിൻ ഒക്കെ വരുന്നുണ്ട്. സോ രാവിലെ തന്നെ എഴുന്നേറ്റു, ഞാനും മോളും ഒന്ന് ഫേസൊക്കെ കഴുകി ഫ്രഷായി. പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. ഇന്ന് അത്യാവശ്യം കുറച്ച് ലേറ്റല്ല, അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. 10:30 കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേൽക്കുമ്പം. ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം ലേറ്റായിട്ട് കിടന്ന് ഉറങ്ങി. കാരണം നാളെ മോക്ക് സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മൂവിയൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി. മാത്രമല്ല വീക്കെൻഡ് മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. വീക്ക് ഡേയ്സ് ഒക്കെ ആകുമ്പം എങ്ങനെയായാലും 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ എഴുന്നേൽക്കും. ചിലപ്പോൾ 5 മണിക്ക് മുന്നേ എഴുന്നേൽക്കും, അല്ലെങ്കിൽ 5 മണിക്കെങ്കിലും എഴുന്നേൽക്കും. ഇവർക്ക് രണ്ടുപേർക്കും പോകണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീക്കെൻഡ് അല്ലേ, വീക്കെൻഡിൽ മാത്രമേ എനിക്ക് ഉറങ്ങാനും പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ എന്നാൽ ഉറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജിജുവേട്ടൻ ഇല്ലാത്തതിൻ്റെ ബോറടി ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. അല്ലെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും ഇവിടെ. രണ്ടുപേരുടെ കളിയും ചിരിയും ഡാൻസും ഒന്നും പറയണ്ട. പക്ഷേ ഇന്നിപ്പം ഭയങ്കര സൈലൻ്റ് ആണ് ഞങ്ങളുടെ വീട്. പിന്നെ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോസ് എന്താ ഇടാത്തതെന്ന്. ചേട്ടൻ നാട്ടിൽ പോയിക്കാണ്, അതുകൊണ്ടാണ് ലഞ്ച് ബോക്സ് വീഡിയോസ് ഇടാത്തത്. ഇനിയിപ്പം മൺഡേ ട്യൂസ്ഡേയും കൂടി ഉണ്ടാവില്ല. വെനസ്ഡേ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം ചേട്ടൻ ട്യൂസ്ഡേ ആകുമ്പോൾ തിരിച്ചെത്തും. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ ഉണ്ടാവും, ജിജുവേട്ടൻ്റെ അമ്മയും വരുന്നുണ്ട്. അതിനാണ് മെയിൻ പോയത് തന്നെ, അതിനാണ് അമ്മയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ അതല്ലാതെ ജിജുവേട്ടൻ്റെ സ്കൂൾ റീയൂണിയൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ആൾ നല്ല അടിച്ചു പൊളിക്കുന്നുണ്ട് അവിടെ. ഇത്രയും വർഷം കഴിഞ്ഞ് സ്കൂൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ നല്ല പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് കേട്ടു. കുറേ സമയം ഉണ്ടായിരുന്നു, വൈകുന്നേരം വരെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിച്ചു ആദ്യം ബ്രെഡ് ഓംലെറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എന്തെങ്കിലും നല്ല ചൂട് സാധനം കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിസിബേള ബാത്ത് കഴിക്കാമെന്ന്. അപ്പോൾ ബിസിബേള ബാത്ത് ഉണ്ടാക്കാനുള്ള പേഷ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജിജുവേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഓർഡർ ചെയ്ത് തരുമോ എന്ന്. അപ്പോൾ അങ്ങനെ ജിജുവേട്ടൻ അവിടെ നിന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എനിക്ക് ബിസിബേള ബാത്തും പിന്നെ മോക്ക് ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിസിബേള ബാത്ത് ഞാൻ മെയിനായിട്ട് മേടിക്കാൻ കാരണം തന്നെ നല്ല ചൂടോടെ ഉള്ള ഈ സാമ്പാർ സാധനം ഇല്ലേ, അത് തന്നെയാണ് ബിസിബേള ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നതും മോളും എഴുന്നേൽക്കുന്നതും ഒക്കെ. അപ്പോഴേക്കും കുറച്ച് തണുത്തും പോയി. പിന്നെ തണുപ്പ് മാത്രമല്ല, അത് കുറച്ചും കൂടി കട്ടിയാവുകയും ചെയ്യും. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിസിബേള ബാത്ത് നല്ല വാട്ടറി കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ ഈ സാമ്പാർ സാധമൊക്കെ കണ്ടിട്ടില്ല, രസം ചോറൊക്കെ കണ്ടില്ല, അതുപോലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാനിത് തുറക്കുമ്പോഴത്തേനും അത്യാവശ്യം കട്ടിയായി. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കോഫി ഉണ്ടാക്കാനായിട്ടൊക്കെ പോയി. എന്തോ അറിയില്ല, വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേനും വെറും കോഫിയും ടീ കുടിക്കാൻ തോന്നും. അല്ലാതെ ഞാനങ്ങനെ കോഫി ടീ ഒന്നും കുടിക്കാറില്ല. ഇപ്പം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് കോഫി കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ എനിക്ക് കടുപ്പം കൂടിയ കോഫിയാണ് ഇട്ടേക്കുന്നത്. അതായത് നല്ല കയ്പ്പ് ഉണ്ടാവില്ലേ, അതുപോലത്തെ കോഫിയാണ് ഇട്ടേക്കുന്നത്. മധുരം ഒരു 1/2 ടീസ്പൂൺ അങ്ങാനും പഞ്ചസാര ഇട്ടിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അത്രയും കയ്പ്പും മധുരം കുറച്ചു. അങ്ങനെയാണ് എനിക്കിഷ്ടം കോഫി കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കോഫി ഉണ്ടാക്കി. പിന്നെ ഇതാ ബിസിബേള ബാത്ത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിയൊക്കെ തന്നെയാണ്. എന്നാലും എനിക്ക് കുറച്ചും കൂടി ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ മോക്ക് ഓർഡർ ചെയ്ത ബട്ടർ ദോശയായിരുന്നു. നല്ല ടേസ്റ്റി ദോശയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തത് പാകശാല റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നേ. പിന്നെ ഇത് അവിടെ സൈഡിൽ കാണുന്ന ഡബ്ബ കണ്ടില്ലേ, അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണത്. ഇന്നലെയാണ് അതിൻ്റെ ഡെലിവറി ഉണ്ടാകുന്നത്. ഇതുവരെയായിട്ടും സെറ്റ് ചെയ്തിട്ടില്ല. ഞാനത് മേടിച്ചത് മെയിനായിട്ട് മോളുടെ മേക്കപ്പ് അല്ല, മോൾക്ക് എന്ത് മേക്കപ്പ് അല്ലേ, മെയിനായിട്ട് മോളുടെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹെയർ ബോസും അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. പക്ഷേ അത് കുറച്ച് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ സൈസാണ്. ഇനിയിപ്പോൾ നോക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മോൾ അവളുടെ പാട്ടിന് കളിക്കാൻ തുടങ്ങി. അവൾ കുറച്ച് ഓറിഗാമി പേപ്പേഴ്സൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ എൻ്റെ പാട്ടിന് കിച്ചണിൽ പോയി. ഞാൻ ലഞ്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പുറത്തുനിന്നല്ലേ കഴിച്ചത്. അപ്പോൾ പിന്നെ ലഞ്ചിന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കറിയും ചോറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന്. അതാകുമ്പോൾ രാത്രിത്തേക്ക് എടുക്കുകയും ചെയ്യാം. പിന്നെ മാത്രമല്ല ഒരു 1 പോട്ട് മീലാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പം ഞാൻ വെച്ചാൽ അത് ഉണ്ടാക്കാം. അത് മാത്രമല്ല വീട്ടിൽ വെജിറ്റബിൾസും കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ടൊമാറ്റോ റൈസ് ആണ്. ഞാൻ വിചാരിച്ചാൽ പിന്നെ അത് തന്നെ ഉണ്ടാക്കാമെന്ന്. ഇന്നിനി വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ പോയില്ല കേട്ടോ. ഞാൻ പോയിട്ട് നല്ല വെജിറ്റബിൾസ് ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പം വെജിറ്റബിൾ ഷോപ്പിൽ തന്നെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് നാളെ അമ്മ വരും, ട്യൂസ്ഡേ അമ്മയും ജിജോട്ടനും വരും. അതിന് മുന്നേ പോയിട്ടെല്ലാം മേടിച്ച് റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഞാൻ ആദ്യം മറ്റേ മുളകില്ലേ, ബാഡ്ഗി ചില്ലി ഇല്ലേ,
എരിവിനല്ല കളറിന് വേണ്ടിയിട്ടുള്ള ചില്ലി ഉണ്ടല്ലോ, അതെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മസാലയാണ് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുന്നത്. ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ അതാ മല്ലി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 8-10 ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു അര ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോളും വന്ന് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റൈസൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് സോന മസൂരി റൈസാണ് എടുക്കുന്നത്. ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് തന്നെ കൂടിപ്പോയി കേട്ടോ. ഇന്നത്തേക്കും കൂടി റൈസ് ബാക്കിയുണ്ട്. അത്രയൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ ഞാൻ 1 ഗ്ലാസ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്, കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറി നമ്മുടെ മുളകൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ചെറിയ ചൂടുണ്ടാവുമല്ലോ പാത്രത്തിൻ്റെ, അതിൽ കിടന്ന് അതൊന്ന് ചൂടായാൽ മതി. അധികമായിട്ട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുകയും വേണം, വെള്ളത്തിൻ്റെ കണക്കൊന്ന് നോക്കുകയും വേണം കേട്ടോ. കാരണം നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റ് ആയിരിക്കണേ. ഞാനിന്ന് കുക്കറിലല്ല ഉണ്ടാക്കാൻ പോകുന്നത്, വേറെ ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാലും നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിനൊന്ന് കണക്ക് വെക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഈ റൈസിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നെങ്കിൽ അതിലൊരു 1/4 ഗ്ലാസ് നമ്മൾ അരയ്ക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 1/4 ഗ്ലാസ് വെള്ളമാണ് റൈസിന് ചേർക്കാൻ പോകുന്നത്. അതൊന്ന് ചെക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബിരിയാണി പോട്ട് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇൻഡസ് വാലിയുടെ ബിരിയാണി പോട്ടാണ്. കിഡിലൻ സാധനമാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതാകുമ്പോൾ അടി പിടിക്കത്തില്ല, അതുകൊണ്ടാണ് ഈ ഒരു ബിരിയാണി പോട്ട് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം നിങ്ങൾക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ രണ്ടും ഒരുപോലെ എടുക്കാം. നെയ്യും എണ്ണയും ഒരുപോലെ എടുക്കാം. എന്നിട്ട് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബേ ലീഫും ഒക്കെ ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ടി വന്നോളും കേട്ടോ. ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി വന്നോളും. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പുളിയുള്ള തക്കാളിയാണെങ്കിൽ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരണം, അതുവരെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതിപ്പോൾ നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അരിയൊക്കെ ചേർക്കുമല്ലോ, ചേർത്തിട്ട് അടച്ചു വെച്ച് 1-2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ബിരിയാണി പോട്ട് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. അതുകൊണ്ടാണ് ബിരിയാണി പോട്ടിൽ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ അധികം വേവ് വേണ്ട. മറ്റേതാകുമ്പം ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോൾ ഉടഞ്ഞു പോകും കുക്കറിലാണെങ്കിൽ. അതുകൊണ്ടാണ്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തു. പുതിനയിലൊക്കെ ഒന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുത്തു. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരമായിട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ മസാല ഓൾറെഡി ചൂടായതാണ്. നമ്മൾ ചൂടാക്കിയിട്ടാണ് ചൂടാക്കിയിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാല അരച്ച ജാറുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതാകുമ്പോൾ മസാല കംപ്ലീറ്റ്ലി നമുക്ക് ഈ റൈസിൽ കിട്ടുമല്ലോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പക്ഷെ നമ്മൾ എത്രയാണോ അരയ്ക്കാൻ എടുക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. ഫ്രോസൺ ആയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. നിങ്ങൾ ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം. കാരണം അതിന് അത്യാവശ്യം അതായത് കുറച്ചൊരു 10-15 മിനിറ്റെങ്കിലും വേവ് ഉണ്ട്. ഇതിനാകുമ്പോൾ ഒട്ടും വേവില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ 15 മിനിറ്റെങ്കിലും കുതിർത്തിട്ട് മാറ്റി വെക്കണം. ആ ഒരു അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതങ്ങ് അടച്ചു വെച്ച് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിം അല്ല. ഹൈ ഫ്ലെയിം ആണെങ്കിൽ അടി പിടിക്കും, അതേപോലെ വെന്തും പോകും, കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് 1-2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മാത്രം മതി. ആ ഒരു സമയം കൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകി കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴത്തേന് പാത്രം എല്ലാം കഴുകി നീറ്റാക്കി വെച്ചു. അങ്ങനെ ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പം ഒന്നും കൂടി അത് എന്താ പറയുന്നത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടും. ഇതിപ്പോൾ ചൂടോടെ ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് റെഡി ആയി കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുക്കുംബർ റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതായത് കുക്കുംബർ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് അവളുടെ എന്തോ സ്നാക്ക് ഉണ്ടായിരുന്നു, ഈ ചിപ്സ് പോലത്തെ സാധനം തന്നെ, അതും കൂടി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതും ഈ കുക്കുംബർ റൈത്തയും റൈസും
പിന്നെ ഇത് 3 കൂടിയിട്ടാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ സാധാരണ എപ്പോഴും ഞങ്ങൾ നിലത്ത് ഞാനും മോളും ഉണ്ടെങ്കിൽ ഞാനും മോളും നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും എന്താണെന്നറിയില്ല, നിലത്തിരുന്ന് കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീക്കെൻഡ് അല്ലേ കുറച്ച് ഫ്രീ ആകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു മൂവിയൊക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ ടി വി കാണുന്നത് പോലും ഭയങ്കര കുറവാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടുത്തെ ജോലിയും പിന്നെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ടി വി കാണാൻ അങ്ങനെ സമയം കിട്ടാറില്ല. വല്ലപ്പോഴും ഒക്കെ വളരെ റെയറായിട്ട് ഞാൻ ടി വി കാണാറുള്ളേ. അങ്ങനെ ഒരു മൂവി കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡങ്ങ് കഴിച്ച് തീർത്തു. അത് കഴിഞ്ഞിട്ട് മോള് കളിക്കാൻ തുടങ്ങി. അവളുടെ കളി ഇതാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട്, ഈ കളിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം കേട്ടോ, എനിക്കറിയില്ല. എന്നോട് ചോദിച്ചാൽ അമ്മ 3 ഷോള് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ശരി കളിക്കാനല്ലേ എന്നിട്ട് കൊടുത്തതാ. ഇതായിരുന്നു കളി, എനിക്കറിയില്ല എന്താണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടെൻറ്റ് ഹൗസ് നോക്കിയ സമയത്ത് ടെൻറ്റ് ഹൗസിൽ എല്ലാവരും ഉറക്കാൻ കിടത്തിയിട്ടുണ്ട്. അവൾ അതിനകത്തിരുന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് അവിടെ ഉറങ്ങാനൊക്കെ കിടന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് പണികൾ കൂടി പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവുകയാണ്. കാവ്യ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം സ്റ്റാർ ബസാറിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നി, ചാറ്റ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചാറ്റ്സ് കഴിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ബംഗാർപേട്ട ചാറ്റ്സ് ഉണ്ട്, അവിടോട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചാറ്റ്സ് ഒക്കെ കഴിച്ചു, പാനിപ്പൂരി കഴിച്ചു, പിന്നെ ദഹിപ്പൂരി കഴിച്ചു, സേവ് പൂരി കഴിച്ചു. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്തു. ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കഴിക്കാറുമില്ല. അതുകൊണ്ട് എത്രയോ നാളിന് ശേഷം കഴിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ ദഹിപ്പൂരി ഭയങ്കര ടേസ്റ്റാണ്. അതെന്താണെന്നറിയില്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും വിദ്യാരണ്യപുരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ബംഗാർപേട്ട ചാറ്റ്സ് എന്നാണ് പേര്, താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കഴിച്ചു നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഇതുവരെയും കഴിച്ചിട്ട് എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ല. പിന്നെ വയറിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർ ബസാറിലേക്ക് പോയി. കാവ്യയ്ക്ക് കുറച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വെജിറ്റബിൾസ് മേടിക്കാമെന്ന് വിചാരിച്ച് ഞാനും കൂടി പോയതാണ്. പക്ഷെ പോയപ്പം കുറേയൊക്കെ സ്റ്റോക്ക് അങ്ങ് തീർന്നു പോയി. ഒന്നാമത് നമ്മൾ പോയത് ഈവനിങ് ആണല്ലോ, അപ്പോഴേക്കും സ്റ്റോക്കൊക്കെ തീർന്നു. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. പിന്നെ പ്ലം മേടിച്ചു, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ. വേറെ ഒന്നും മേടിക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഷോപ്പിൽ പോയിട്ട് വേണം വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാൻ, ഫ്രഷ് ആയിട്ട് മേടിക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കാവ്യ വീട്ടിലേക്കും പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന ഉടനെ തന്നെ വീഡിയോ കോൾ ചെയ്തു. അച്ഛനെ വീഡിയോ കോൾ ചെയ്തിട്ട്, അച്ഛൻ ഈ ദിവസം മൊത്തം ബിസി ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഹോൾ ഡേ ജിജുവേട്ടൻ ഇന്ന് റീയൂണിയൻ്റെ ഇതിലായിരുന്നു, സ്കൂളിൽ പോയേക്കുമായിരുന്നു, അവിടെ ആയിരുന്നു, ഫുൾ ഡേ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛനും മോളും വീഡിയോ കോളിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ഞാൻ കഴിച്ചില്ല, മോൾക്ക് കുറച്ച് റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10:30 ആയപ്പോഴത്തേനും ഞങ്ങൾ കുളിച്ചിട്ട് കയറി കിടന്നു. ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുച്ചു ചോത്തയായ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷത്തിന് ശേഷമാണ് ഈ മൂവി കാണാൻ പോകുന്നത്. മോക്ക് ഇനി ഒരു 3 ദിവസം ലീവാണ് സ്കൂൾ. അപ്പോൾ എന്തായാലും ഒരു മൂവി കണ്ടിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.